നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രവും അവർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളെ പറ്റിയുമാണ്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ പ്രവർത്തനങ്ങളിൽ ബുദ്ധികൂർമ്മതയും പ്രവർത്തന നിരതരുമായിരിക്കും. ഇവർ പുറമേ മനോബലം പ്രകടിപ്പിക്കുമെങ്കിലും ചഞ്ചലചിത്തരും ഭീരുക്കളുമായിരിക്കും. ഗൂഢശാസ്ത്രങ്ങളിൽ താൽപ്പര്യമുള്ള ഇവർ കാര്യങ്ങളുടെ അടിത്തട്ട് വരെ അന്വേഷിക്കുന്ന പ്രകൃതക്കാരാണ്. ജാതകത്തിൽ ചന്ദ്രന് ബലമില്ലാത്തവർ മുൻകോപം, വക്രബുദ്ധി, സ്വാർത്ഥത ഇങ്ങനെയുള്ള ദുർഗുണങ്ങളൊക്കെ പ്രകടിപ്പിക്കുന്നവരായിരിക്കും. ഈ നക്ഷത്രക്കാർ സ്വന്തം ഗൃഹവും ദേശവും വിട്ടു താമസിക്കുന്നവരാണ്. സന്താനങ്ങളിൽ നിന്നും ഇവർക്ക് സുഖം ലഭിക്കാറില്ല. ജീവിതത്തിൽ പല ജോലികളും മാറി മാറി ചെയ്യുന്നത് കാണാൻ കഴിയും. നല്ല ആരോഗ്യമുള്ള തൃക്കേട്ട നക്ഷത്രക്കാർ ജീവിതത്തിൻ്റെ ആദ്യഘട്ടം വിഷമകരമായിരിക്കും. ദാമ്പത്യ വിഷയത്തിൽ പൊതുവെ സുഖവും സംതൃപ്തിയും ഇവർക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ബന്ധുക്കളിൽ നിന്നും ഉപകാരങ്ങളൊന്നും തന്നെ ഇവർക്ക് ലഭിക്കാറില്ല. ചില തൃക്കേട്ട നക്ഷത്രക്കാർ മൂത്ത സഹോദരങ്ങൾക്ക് നാശം ചെയ്യുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള ക്ലേശങ്ങൾ വന്നു ഭവിക്കാറുണ്ട്. ദാമ്പത്യ ക്ലേശം, പുത്രക്ലേശം തുടങ്ങിയവയൊക്കെ അനുഭവത്തിൽ വരാം. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൂരാടം, തിരുവോണം, ചതയം, മിഥുനക്കൂറിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രങ്ങൾ തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഈ നക്ഷത്രക്കാരുമായി ഒരു ഇടപാടുകളും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പാടില്ല എന്ന് തന്നെയാണ്. ഈ നക്ഷത്രങ്ങൾ യാതൊരു ശുഭകർമ്മങ്ങൾക്കും തൃക്കേട്ട നക്ഷത്രക്കാർ സ്വീകരിക്കരുത്. ശുക്രൻ്റെയും വ്യാഴത്തിൻ്റെയും സൂര്യൻ്റെയും ദശാകാലങ്ങൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുകൂലമായിരിക്കില്ല. ഈ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ആയില്യം, കേട്ട, രേവതി എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസം ക്ഷേത്ര ദർശനവും മറ്റ് പൂജാതി കർമ്മങ്ങളും നടത്തുവാൻ ഉത്തമ ദിവസമാണ്. ദശാനാഥനായ ബുധനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ പതിവായി അനുഷ്ഠിക്കുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം, ഭഗവത പാരായണം തുടങ്ങിയവ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഉത്തമമാണ്. തൃക്കേട്ടയും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം പ്രാധാന്യത്തോടുകൂടി തന്നെ ശാന്തികർമ്മങ്ങളും വ്രതവും അനുഷ്ഠിക്കാൻ ഇവർക്ക് ഉത്തമമാണ്. ഇവർ രാശാധിപനായ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ശ്രേയസ്കരമാണ്. ജാതകത്തിലെ കുജൻ്റെ സ്ഥിതി മനസ്സിലാക്കണം. ഓജരാശിയിലാണ് കുജൻ നിൽക്കുന്നതെങ്കിൽ സുബ്രഹ്മണ്യനെയും, യുഗ്മരാശിയിലാണ് കുജൻ നിൽക്കുന്നതെങ്കിൽ ഭദ്രകാളിയെയും ഭജിക്കണം. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ നക്ഷത്രദേവത ഇന്ദ്രനാണ്. നക്ഷത്രദേവതയെ നിത്യവും ഭജിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ നക്ഷത്രമൃഗം കേഴമാനാണ്. വൃഷം വെട്ടിയാണ്. അസുരഗണത്തിൽപ്പെട്ട ഇവർ പുരുഷയോനിയിൽപ്പെട്ടവരാണ്. ഇവരുടെ പക്ഷി കോഴിയാണ്. ഭൂതം വായുവാണ്. ഇവർക്ക് പറഞ്ഞിട്ടുള്ള പക്ഷിമൃഗാദികളെ ഉപദ്രവിക്കാതെയും നക്ഷത്രവൃക്ഷത്തെ പരിപാലിക്കുന്നതും ഇവർക്ക് ഗുണകരമാണ്. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ പൊതുവായ ചില പ്രത്യേകതകളും ഇവർ അനുഷ്ഠിക്കേണ്ട ചില ദോഷപരിഹാര കർമ്മങ്ങളെപ്പറ്റിയുമാണ് ഇവിടെ പറഞ്ഞത്. ജാതകത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതിയും കൂടി പരിഗണിച്ചു കൊണ്ടായിരിക്കണം ഇതൊക്കെ പാലിക്കപ്പെടേണ്ടത്. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.